മനുഷ്യരക്ഷയ്ക്കായി ദൈവപുത്രൻ എളിയവരിൽ എളിയവനായി ഒന്നുമില്ലാത്തവനായി കാലിത്തൊഴുത്തിൽ നമുക്കായി പിറന്നു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവനൊന്നും ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. നമ്മുടെ പാപപരിഹാരത്തിനായി അവൻ ക്രൂരമായ ക്രൂശ് മരണം വരിച്ചു. തന്റെ അവസാനത്തുള്ള രക്തം വരെ ആ കുരിശിൽ കിടന്ന് അവൻ നമുക്ക് വേണ്ടി ചിന്തി. കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് യഹൂദരുടെ രാജാവ്. പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് രാജാവ് ഒരുങ്ങി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇന്ന് ഈ രാജാവിന്റെ സ്ഥാനാരോഹണമാണ്. യഹൂദരുടെ രാജാവിനുള്ള കിരീടം വേഗം കൊണ്ടുവരൂ. ഇതാ രാജാവിനുള്ള കിരീടം. കണ്ടോളൂ, അങ്ങയുടെ കിരീടം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിങ്ങ് കൊണ്ടുവാ, ഞാൻ തന്നെ അതിവന് ചാർത്തിക്കൊടുക്കാം. യഹൂദരുടെ രാജാവ് നീണാൾ വാഴട്ടെ, യഹൂദരുടെ രാജാവ് നീണാൾ വാഴട്ടെ. യഹൂദന്മാരുടെ രാജാവേ സ്വസ്തി. നിന്നെ അടിച്ചത് ആരാണെന്ന് നിനക്കൊന്ന് പ്രവചിക്കാമോ? നമുക്കിനി ഈ രാജാവിനെ തഴുകുത്തലോട് ഉറക്കണം. ആരംഭിക്കാം. പിതാവേ, എല്ലാം അങ്ങയ്ക്ക് സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കിത്തരണമേ. എന്നാലും എന്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം അത് നിറവേറട്ടെ. ഇല്ലെങ്കിൽ ഇവന് കുരിശി ചുമക്കാനുള്ള ത്രാണി കാണില്ല. നമുക്കിവനെ ഘോഷയാത്രയായി കൊണ്ടുപോകാനുള്ളതാ. ആ കുരിശെടുത്ത് അവന്റെ ചുമലിൽ വെച്ചു കൊടുക്ക്. അവനത് ചുമക്കട്ടെ. നടക്ക്, ഇങ്ങോട്ട് നടക്ക് വേഗം. എന്റെ പൊന്നു മകനെ, എനിക്കിത് കാണേണ്ടി വന്നല്ലോ. എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. എനിക്കിത് സഹിക്കാൻ വയ്യ. അമ്മ കണ്ടോ? മകളെ, കരയണ്ട, വിഷമിക്കാതിരിക്കൂ. ഇവിടെ വാ. എന്താ നിന്റെ പേര്? ശിമയോൻ. ആ കുരിശെടുത്ത് ഇവന്റെ തോളിൽ വെച്ച് കൊടുക്ക്. ഇല്ലില്ല, അതൊന്നും എന്റെ ജോലിയല്ല. അതിന് വേറെ ആരെങ്കിലും നോക്ക്. ചെല്ലു, ആ മനുഷ്യനെ സഹായിക്കൂ. അയാൾ വിശുദ്ധനായ മനുഷ്യനാണ്. ഈ കുരിശ് ചുമക്കാൻ ഞാൻ അങ്ങയെ സഹായിക്കാം.
ആ കുരിശെടുത്തവന്റെ തോളിൽ വെച്ചു കൊടുക്ക്. ഇനി നീ ഇത് ചുമക്കാം. ഗുരു, അങ്ങയുടെ മുഖം പിടിക്കാൻ എന്നെ അനുവദിച്ചാലും. ഗുരു, ഈ വെള്ളം കുടിച്ചാലും. നീ എന്താ വിചാരിച്ചത്? കടന്നുപോയി ഇവിടുന്ന്. നീ ഈ കുരിശും ചുമന്ന് ഞങ്ങളെ അനുഗമിക്കുക. ഇനി ഇത് ചുമക്കാനുള്ള ശക്തി ഇവനില്ല. ഇവനെ ഞങ്ങൾക്ക് ജീവനോടെ കുരിശിൽ തറയ്ക്കാനുള്ളതാ. എഴുന്നേൽക്ക്, നടക്ക്. ജെറുസലേം പുത്രിമാരി, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്തു കരയുകയും. എന്തെന്നാൽ വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്തവർക്കും ഭാഗ്യമെന്ന് പറയുന്ന നാളുകൾ വരും. അന്ന് നിങ്ങൾ പർവ്വതങ്ങളോടും കുന്നുകളോടും നിങ്ങളുടെ മേൽ വീണ് നിങ്ങളെ മൂടിക്കളയുവാൻ അപേക്ഷിക്കും. പച്ചത്തടിയോട് ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിനെന്തായിരിക്കും സംഭവിക്കുക? മതി നിന്റെ പ്രഭാഷണം. വേഗം നടക്ക്. അതാ ഗാഗുൽ തയ്യാറായി. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഇവരെ ക്രൂശിലേറ്റാനുള്ളതാണ്. വേഗം നടക്ക്. പിതാവേ, 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 ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ. പിതാവേ, പിതാവേ, ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ. ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക. കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഇസ്രായേലിന്റെ രാജാവായ ക്രിസ്തുവാണ് നീയെങ്കിൽ കുരിശിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി വരിക. എങ്കിൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. പിതാവേ, ഇവരോട് പൊറുക്കേണമേ. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. മകനെ, എന്റെ പൊന്നു മകനെ, എനിക്ക് ദാഹിക്കുന്നു. കേട്ടില്ലേ? ദൈവപുത്രന് ദാഹിക്കുന്നു പോലും. ആ പഞ്ഞിയെടുത്ത് ആ വിനാഗിരിയിൽ മുക്കി അവന് കൊടുക്ക്. അവന്റെ ദാഹം മാറട്ടെ. കുടിക്ക്, നിന്റെ ദാഹം തീരട്ടെ. കണ്ടോ, അവന്റെ ദാഹം മാറിയ. എന്റെ മാംസത്തിന്റെ മാംസമേ, എന്റെ ഹൃദയത്തിന്റെ ഹൃദയമേ, എന്റെ മകനെ, നിന്നോടൊപ്പം മരിക്കാൻ ഈ അമ്മയെയും അനുവദിക്കണമേ.
അനുവദിക്കൂ. സ്ത്രീയെ, ഇനി മുതൽ ഇതാണ് നിന്റെ മകൻ. മകനെ, ഇന്ന് മുതൽ ഇത് നിന്റെ അമ്മയാണ്. മകനെ, നിന്റെ അമ്മയെ നീ സംരക്ഷിച്ചു കൊള്ളണം. ഞാൻ കാത്തുകൊള്ളാം ഗുരു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ചു? എല്ലാം പൂർത്തിയായി. പിതാവേ, എന്റെ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എന്താണത്? ഓടിക്കോ. എന്റെ മകനെ, നീ എന്നെ വിട്ടുപോയോ? ഇവൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? വേനൽക്കാലമായിരുന്നിട്ട് കൂടി എന്തൊരു തണുപ്പ്! പ്രകൃതി ആകെ മാറിമറിഞ്ഞതുപോലെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നെന്ന് തോന്നുന്നു. സത്യത്തിൽ ഇവൻ ദൈവപുത്രൻ തന്നെയായിരുന്നോ? തന്റെ സംശയം ഇതുവരെ മാറിയില്ലല്ലേ? ദൈവപുത്രനായിരുന്നെങ്കിൽ നമുക്കിവനെ ക്രൂശിക്കാൻ സാധിക്കുമായിരുന്നോ? ദൈവപുത്രൻ പോലും. എന്താ ഈ സംഭവിക്കുന്നേ? കല്ലറ തുറന്നിരിക്കുന്നു. അയ്യോ, ഓടിക്കോ. എന്താണിത്? എന്തു പറ്റി? കണ്ടില്ലേ, കല്ലറ തുറക്കപ്പെട്ടിരിക്കുന്നു. എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? പോയി ശിഷ്യന്മാരെ അറിയിച്ചാലോ? ശരിയാ, എങ്കിൽ ഞാൻ പോയി അവരെ അറിയിക്കാം. എന്താ മറിയം, എന്ത് സംഭവിച്ചത്? എന്താ പറ്റിയത്? കർത്താവിന്റെ കല്ലറ തുറന്നിരിക്കുന്നു. ആരോ കർത്താവിനെ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്ത്? എന്നാൽ അവർ അവനെ എവിടെ വെച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യമാണോ നീ പറയുന്നത്? എവിടെ? ഞാനൊന്ന് നോക്കട്ടെ. ശരിയാണല്ലോ നീ പറഞ്ഞത്. കർത്താവിനൂടെ കാണുന്നില്ല. എന്താ സംഭവിച്ചെന്ന് മനസ്സിലാകുന്നുമില്ല. വേഗം വാ, നമുക്ക് പോയി അന്വേഷിക്കാം. വാ.
മറിയം, എന്നാൽ ഞങ്ങൾ പോയി കർത്താവിനെ അന്വേഷിക്കട്ടെ. ദൈവമേ, എന്റെ കർത്താവിന് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? എന്റെ കർത്താവിനെ ആരും എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അവർ അവൻ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കണ്ടുവോ എന്റെ കർത്താവിനെ? ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിനാണ്? അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് ഗലീലയിൽ വെച്ച് അവൻ പറഞ്ഞത് ഓർമ്മിക്കുവീൻ. ഇതാ, അവൻ നിങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. മറിയം, അങ്ങ് ആരാണ്? മറിയം, നിന്റെ കർത്താവാണ് ഞാൻ. ഗുരു, എന്റെ ഗുരു. മറിയം, നീ എന്നെ തുടരുത്, എന്നെ തടഞ്ഞു നിർത്തുകയും അരുത്. എന്തെന്നാൽ എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് ഞാൻ ഇതുവരെയും കയറിയിട്ടില്ല. ഗുരു, അങ്ങ് ഞങ്ങളെ വിട്ടുപോകരുതേ. മറിയം, എനിക്കെന്റെ പിതാവിന്റെ അടുത്ത് പോകാതിരിക്കാനാവില്ല. എന്നാൽ എനിക്കെന്റെ മക്കളെ വിട്ടു പോകാനും കഴിയില്ല. നിങ്ങളുടെ വഴിയും സത്യവും ജീവനും ഞാനായിരിക്കും. മക്കളെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹത്തോടെ കഴിയുവീൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സുരഭില സുന്ദര സ്തുതിഗീതം ഉയരുന്നു കല്ലറ പാതാവിൽ. സുരഭില സുന്ദര സ്തുതിഗീതം ഉയരുന്നു കല്ലറ പാതാവിൽ. രാജാധിരാജൻ യേശുനാഥൻ ജയഘോഷത്തോടുയർക്കുന്നു. രാജാധിരാജൻ യേശുനാഥൻ ജയഘോഷത്തോടുയർക്കുന്നു. വാഴ്ത്തിപ്പാടിടാം